ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് മോർണിംഗ് ഷിഫ്റ്റ് ഓഫീസിൽ, അതായത് വർക്ക് ഫ്രം ഹോം നമ്മൾ മോർണിംഗ് ഷിഫ്റ്റ് 7:30 ഇരുന്നിട്ടുണ്ട്. ഓഫീസിലിരിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സുബഹൊക്കെ നമസ്കരിച്ച് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാം. അപ്പോൾ നല്ല തണുപ്പുമുണ്ട്. അപ്പോൾ നമസ്കരിച്ച് നമ്മൾ ആഴാകുളം ബസ് സ്റ്റാൻഡിലേക്ക് പോവാണ്. ബസ് കയറണ്ടേ. ഇനിയിപ്പം 6:30 അവിടെ ക്യാബ് വരും. ഇനിയിപ്പോൾ തമ്പാനൂർ വരുമോ അട്ടക്കുളങ്ങര വരുമോ എല്ലാം പോയി നോക്കണം. പോയിട്ട് അവിടെ എവിടെയെങ്കിലും വരുമായിരിക്കും. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ആ ക്യാബ്. നോക്കാം. വാ ഗൈസ് സാധാരണ ഞാൻ ഈ സമയങ്ങളിൽ ഇവിടെ വരാറില്ല, വരേണ്ട ആവശ്യമില്ല. ഞാൻ വരുന്നത് 4:30 ഷിഫ്റ്റിന്. അപ്പോൾ ഇവിടെ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഉള്ളത് ഒരു പുതിയ അനുഭവമാണ്. ഞാൻ ട്രാവലറാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ വന്നത് കാറായിരുന്നു. അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ. ടെക്നോ പാർക്കിലേക്ക് പോവുകയാണ് ഗൈസ് ആദ്യം ഞാൻ ഈ ബ്ലാക്ക് ഷീറ്റ് കണ്ടപ്പോൾ വിചാരിച്ചത് എന്തോ ഇടിഞ്ഞു പോയി മറച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന്. പിന്നെയാണ് കണ്ടത് അതെന്താണെന്ന്. കാണിക്കാം. കാണുന്നുണ്ടോ ഗൈസ് നിങ്ങൾ? ആരവം 30ാമത്തെ ആനിവേഴ്സറി. അതിനാണ്. ഈ ഷിഫ്റ്റിന് ആരും ഇല്ലേടാ ഇവിടെ. ഇതെന്തോന്ന്? നമുക്ക് ഡിസംബർ 12-ാം തീയതി ആനുവൽ ഡേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലക്സാണിത്. ഇതിൻ്റെയും കൂടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടോ നോക്കാം. വിശക്കണം. രാവിലെ വീട്ടിൽ നിന്ന് കഴിക്കാതെ വന്നാൽ പെട്ടുപോകേട്ടാ. ആരുമില്ല ഗൈസ് ഇവിടെ. ഒരു ഉഷാറും ഇല്ല. ഇത് ഷിഫ്റ്റ് ചുമ്മാ വന്നു. ഗൈസ് ഞാൻ നിങ്ങൾക്കൊരു വണ്ടിയെ പരിചയപ്പെടുത്തി തരാം. കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ പ്രൈവറ്റ് ബസ്. ഇതിൻ്റെ പേര് ബാഗിയോ ഊഗിയോ അങ്ങനെ എന്താണ്, ബഗ്ഗിയോ അങ്ങനെ എന്തോ ആണ്. ഇന്നാളൊരു ചേട്ടൻ എൻ്റെ പറഞ്ഞു ബഗ്ഗിയ ബാഗിയ അങ്ങനെ എന്തോ ആണ് സംഭവം. ഈ വണ്ടിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. നമ്പർ പ്ലേറ്റ് ഇല്ല. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി പോയാൽ പോലീസ് പിടിക്കൂലേ. ഇനി ടെക്നോ പാർക്കിൻ്റെ അകത്തായോണ്ടായിരിക്കും പോലീസ് പിടിക്കാത്ത, എന്താണെന്ന് ഒരു പിടിയുമില്ല ഗൈസ്. അപ്പോൾ ഈ പുറകിൽ കാണുന്നില്ലേ എവിടെ? ഇത് തന്നെ ടെക്നോ ബൈറ്റ്സ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഞാൻ തേജസ്വിനിയിൽ 5th ഫ്ലോറിലാണ്. 7th ഫ്ലോറിൽ പോയി ഫുഡ് കഴിക്കാമെന്നേ ഉള്ളൂ. ഞാൻ ഒരു ഓർമ്മയില്ലാതെ ഇവിടെ വന്നു ടെക്നോ ബൈറ്റ്സിൽ. ഇതാണെങ്കിൽ സമയമായില്ലല്ലോ, ഇപ്പോൾ തുറന്നിട്ടുമില്ല. ഇനിയിപ്പോൾ ഒന്നേന്ന് കയറി 5th പോയി 7th പോയി എന്തെങ്കിലും ഫുഡ് കഴിക്കണം. മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ടെക്നോ ബൈറ്റ്സ് രാവിലെയും തുറക്കായിരുന്നു. ചായയും ദോശയൊക്കെ വയ്ക്കായിരുന്നല്ലേ ഗായ്സ്. അപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്കിൽ RRD 30 വർഷമായി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും ആനുവൽ ഡേ അല്ല, ആനുവൽ അവാർഡ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഡിസംബർ 12 ഈ വരുന്ന വെള്ളിയാഴ്ച 5:30 തൊട്ട് ആംഫി തിയേറ്റർ ടെക്നോ പാർക്കിലാണ് പരിപാടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ടെക്നോ പാർക്കിൽ ആംഫി തിയേറ്റർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ സിനിമ ഒന്നും ഇടൂല ഗൈസ്. തിയേറ്ററിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. പേടിക്കരുത്. കണ്ടില്ലേ? ഇതാണ് ആംഫി തിയേറ്റർ. ഇവിടെ വെച്ചാണ് നമുക്ക് പരിപാടി. സത്യത്തിൽ നമ്മളെ നല്ല രീതിക്ക് തന്നെ ഉരച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജോലി പോയാലോ എന്ന് പറഞ്ഞ് ഞാൻ പേടിക്കത്തൊന്നുമില്ല. പക്ഷെ കുറച്ച് പേടിയാവല്ലേ. പേടിയാ. ആർക്ക് പേടി? ഗൈസ് ഞാൻ അന്യനാണ്. മൾട്ടി ഡിസോർഡർ പേഴ്സണാലിറ്റി അങ്ങനെയല്ലേ അത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ഗൈസ് പരിപാടി. ഇപ്പം ആളും തിരക്കൊന്നുമില്ല, കാരണം ഇന്ന് പരിപാടിയില്ല. അപ്പോൾ വെള്ളിയാഴ്ച ആളും തിരക്ക് കാണും, കാരണം അന്ന് പരിപാടിയുണ്ട്. എന്നാലും ഒരു ഇൻഡോർ പരിപാടിയൊക്കെ വയ്ക്കി ചേരാമായിരുന്നു. പക്ഷേ ഗൈസ് ഓപ്പൺ എയറിലെ പരിപാടിയുണ്ട്. ഓപ്പൺ എയറിലെ പരിപാടിയൊക്കെ ഉണ്ട്. സെറ്റായിരിക്കും. കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ഒരു ഊഹം വെച്ച് ഇത് RRD പരിപാടിക്ക് സ്റ്റേജ് കെട്ടാനുള്ള കമ്പികളാണെന്ന് തോന്നുന്നു. കമ്പിയെങ്കിലും സമയത്തിന് വന്നല്ലോ, ഭാഗ്യം. ഗൈസ് മോർണിംഗ് ഷിഫ്റ്റ് കൊള്ളാം. ക്ലൈമറ്റ്, പിന്നെ നേരത്തെ ഉറക്കമൊക്കെ എണീച്ച് നല്ല കുളിച്ച് പള്ളിയിലൊക്കെ പോയി സൂപ്പറായിട്ടൊക്കെ വരാം. പക്ഷെ എന്നിരുന്നാലും ആരും ഇല്ല. ഒറ്റയ്ക്ക് ഒരു അനാഥയെ പോലും ഇടയ്ക്കേണ്ട അവസ്ഥ. ഇവിടെ കിടന്ന് കറങ്ങണ്. പുറത്തും ആരുമില്ല, അകത്തും ആരുമില്ല. ടെക്നോ പാർക്കിൽ വരാനുള്ള ആൾക്കാരില്ല. ഞാൻ അവിടെ കിടന്ന് ചുറ്റുണ്ട്. ഇവിടെ ആരുമില്ല. കുറച്ച് ചേച്ചിമാർ മറ്റേ ക്ലീനിങ് ജോലികൾ മാത്രം ചെയ്യണം. തേജസ്വിനിയിലും ആളില്ല, ഭവാനിയിലും ആളില്ല.
ടെക്നോ പാർക്കാണ് അത്ര, ടെക്നോ പാർക്ക്. രാവിലെ കുറച്ച് എക്സ്ട്രാ ഷിഫ്റ്റൊക്കെ വെച്ചാൽ കുഴപ്പമെന്ന് തോന്നുന്നു. പക്ഷെ ഒറ്റയ്ക്ക് നടന്നാലും ഒരു സുഖമുണ്ട്. പക്ഷെ മോർണിംഗ് ഷിഫ്റ്റ് ആയിട്ട് വന്നിട്ട് വർക്കും കൂടെ ഇല്ലെങ്കിൽ ഡബിൾ ഷുവ. അതാകുമ്പം ഇങ്ങനെ ഇതേപോലെ കറങ്ങി നടക്കാം, വർക്കും ഇല്ല, ഹാപ്പി. പാവ അപ്പൂപ്പ ഭയങ്കര ജോലി ഈ വയസ്സിലും. ഓ, ആ എനർജിയൊക്കെ നമുക്കും ആ വയസ്സിൽ കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പോഴേ ആളൊക്കെ ഉടഞ്ഞാണിരിക്കുന്നത്. ഗൈസ്, അപ്പം നിങ്ങളെന്താണ് കാപ്പി കുടിച്ച്? കാപ്പിയും കുടിക്കണം, വിശക്കണം. ഗൈസ്, ഞാനങ്ങനെ അപ്പൂപ്പൻ്റെ അടുത്ത് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൂപ്പന് 80ഓളം വയസ്സായി ഗൈസ്. സ്റ്റിൽ ഇപ്പോഴിവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇരുന്നു പോകുന്നതാണ് അപ്പൂപ്പൻ പറയുന്നത്. അപ്പം ഇങ്ങനെ ജോലിയൊക്കെ ചെയ്താലേ എനർജി ആയിട്ടൊക്കെ നിൽക്കാൻ പറ്റും. ശരിയാണ്. എൻ്റെ വീട്ടിൽ വാപ്പ ഇങ്ങനെയാണ്. വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കൂല. ആര് പറയും ഞാൻ കിടന്ന നീ നോക്കുമോന്ന്. നമ്മളെ തളർത്താൻ ആ ഒരു ഡയലോഗിൽ വീഴ്ത്തിക്കളയും. ഞാൻ നോക്കും പക്ഷേ. അപ്പം അങ്ങനെയാണ് അവർക്കൊക്കെ ഇപ്പോഴും അവർ ആ ഒരു ഉറപ്പും എനർജി ആയിട്ടൊക്കെ നിൽക്കുന്ന ഇങ്ങനെ ജോലി ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോഴേ തീർന്ന്. ഗൈസ്, ടെക്നോ പാർക്കിൽ ഗ്ലാസ് വെച്ചുകൊണ്ട് വരുന്നവർ 2 തരം. ഒന്ന്, കണ്ണിന് കാഴ്ചയില്ലാതെ ഗ്ലാസ് വയ്ക്കുന്നവർ. 2, ഞാൻ. മാസല്ലേ, മാസ് ഡയലോഗ്. ഓ, സിനിമയിൽ തന്നെ എഴുതായിരുന്നു ഈ ഡയലോഗ്. ജസ്റ്റ് മിസ്. ഞാൻ സിനിമയിൽ കയറട്ടെ, അതിനുശേഷം ഞാൻ എന്തായാലും എഴുതും. കാറിലുള്ളവരൊക്കെ എന്നെ നോക്കിക്കൊണ്ട് പോകുന്നു. സുന്ദരനായോണ്ടായിരിക്കും, അതോ ഭ്രാന്താണെന്ന് വിചാരിച്ചായിരിക്കും. இந்த ടെക്നോ പാർക്ക് എന്നത്തെ ആച്ച് ഗൈസ്. ഒരാളും ഇല്ല ഗൈസ്. ആരടാ ഇത്? ആരുമില്ല ഗൈസ്. ഈ രാവിലെ വരുന്നതേ വേസ്റ്റ് തോന്നും. ഓ, സുട സുട ദോശയുടെ ചൂട് കണ്ട ഗൈസ്. ഗൈസ്, ആവി പറക്കുന്നുണ്ട്, ആവി. രാവിലെ വന്നിട്ട് എങ്ങനെ കഴിക്കാതിരിക്കേ? ചൂട് ദോശ. പക്ഷെ ഒരു ദോശ 12 രൂപ കേട്ടോ. പക്ഷെ വലിയ ദോശ തന്നെ. അതാ ഭയങ്കര വിശപ്പ് രാവിലെ വന്നോണ്ട്. പഴംപൊരി ഉണ്ടായിരുന്നു. വലിയ പഴംപൊരി നോക്കി തന്നെ ഞാൻ എടുത്ത്. വെട്ടം കുറവാണല്ലേ? ഈ സൈഡ് വെച്ച് വരുമ്പോൾ നല്ല വെട്ടമുണ്ട്. വേറെ ഞാൻ ഗ്ലാമർ കൂടുന്നു എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. ഗൈസ്, നിങ്ങൾ കാണുന്നത് മഞ്ഞ തന്നെ. അത് എനിക്ക് തോന്നുന്നതാണ്. അല്ല, മഞ്ഞ തന്നെയാണ്. നല്ല കിടിലനായിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കുറേ പച്ചയിലല്ല, മരം എല്ലായിടത്തും വേണം. ഗൈസ്, എന്തോന്ന് ഷിഫ്റ്റാണ്. 7:30 4:30. ഒരു മനുഷ്യരില്ല. മരുന്നിനൊരു പിള്ളേർ പോലും ഇല്ല. ഈവൻ സെക്യൂരിറ്റീസ് പോലും ഇല്ല. ആരും ഇല്ലെന്നേ. പക്ഷേ 4:30 ഷിഫ്റ്റ് ഇറങ്ങുമ്പം ക്യാബ് കയറാൻ വേണ്ടി വരുന്നത് ഒരുപാട് പേരുണ്ടാവും. ഭയങ്കര തിരക്കുമാണ്. ഇനി RRD അല്ല, വേറെ എല്ലായിടത്തും ഷിഫ്റ്റ് ചിലപ്പം ആൾക്കാർ ഒരുപാട് കാണുമായിരിക്കും. ഇവിടെ ഞാൻ വന്ന് ഗൈസ്, ആരുമില്ല. നോക്കിയപ്പോൾ BCGയിൽ 2 പേര് ഉറക്കം എണീറ്റ് മറ്റേ 10:30 ഷിഫ്റ്റ് കഴിഞ്ഞ് പോകണം. അപ്പോഴാണ് ഞാൻ കയറുന്നത്. അമ്മമാർക്ക് നല്ല ദേഷ്യമുണ്ട്. അമ്മയുടെ അപ്പം വീട്ടിൽ പോകുന്നേ ഉള്ളൂ 7:30. പിന്നെ ദോശ കഴിക്കാൻ വന്ന് അത് കഴിച്ചുകൊണ്ടൊരു സമാധാനമുണ്ട്. നമ്മളെ ഷിഫ്റ്റ് ചെയ്യണ 4:30 ഷിഫ്റ്റ് തന്നെ കൊള്ളാം. കാരണം ആളും ഒരു അനക്കവും കൂട്ടവും എല്ലാം ഉണ്ട്. ഇതെന്തോന്ന്, ഒരു മനുഷ്യരില്ല. കുറച്ച് പുകയും മഞ്ഞും, വണ്ടികളില്ല, ഒന്നുമില്ല. പട്ടി ചില്ലറ പട്ടിയാണ് ഇവിടെ കിടക്കുന്നത്. ഇവന്മാർ ടെക്നോ പാർക്കിൽ പട്ടിയെ കൊണ്ട് വെട്ടിക്കളഞ്ഞാലല്ല അതിന്. നല്ല ക്ലൈമറ്റ് ഉണ്ട് പക്ഷെ അത് കൊള്ളാം. ഓ, എന്തൊരു വെയിൽ. രാവിലെ ആകുമ്പോൾ വെയിലൊക്കെ വരും. കണ്ണടിച്ചു പോവുന്നത്. ആരുടെ ബാക്കിൽ ഒളിച്ചിരിക്കണ ഒരുത്തെ? ഒരാളെ കണ്ട് ഗൈസ്, ബാക്കിൽ ഒരുത്ത നിൽക്കുന്ന കണ്ട. ഓ, ഇവനെങ്കിലും വന്നല്ലോ ഗൈസ്. അങ്ങനെ ഉച്ചയായിട്ടുണ്ട്. വെയിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ വിശന്ന് വീണ്ടും ഇപ്പം എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പാർക്കിങ്ങിൽ കിടന്ന് കറങ്ങുകയാണ്. ലാസ്റ്റ് 71 പറഞ്ഞത്. എവിടെയോ ഇരിക്കണ്. എവിടാ അക്കിട്ടേ ഗൈസ്. അങ്ങനെ വണ്ടി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോയി കഴിച്ചിട്ട് വരാം. എന്ത് കഴിക്കുന്നെന്ന് നോക്കാം. ഭയങ്കര വെയിൽ. നിങ്ങളെല്ലാവരും കഴിച്ചോ?
വണ്ടികൾ പക്ഷെ ഒരുപാടുണ്ട് കേട്ടോ, പക്ഷെ ആൾക്കാരൊന്നും കാണാൻ പറ്റുന്നില്ല. കണ്ണിൻ്റെ കുഴപ്പമാണോ എന്തോ. അങ്ങനെ ഗൈസ് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഒരു ചോക്ലേറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ടെക്നോ പാർക്കിനകത്തുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് പോയപ്പോൾ ക്രിസ്മസിൻ്റെ സാധനങ്ങളൊക്കെ കുറേ കണ്ട് ഗൈസ്. അപ്പം ഞാൻ മുട്ടായി വാങ്ങി അവിടെ വന്നാണ്, ഫുഡ് കഴിച്ച്. അപ്പം മുട്ടായോ ചോക്ലേറ്റ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരെണ്ണം ഉണ്ട്, പിന്നെ വാങ്ങണം. ക്രിസ്മസിനുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിയാൽ ഇല്ലേ? ഇവിടെ നിന്ന് വാങ്ങാം. ടെക്നോ പാർക്കിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അവിടെ ഉള്ളതാണ്. മഞ്ച് ഗൈസ്, മഞ്ച്. മോർണിംഗ് ഷിഫ്റ്റ് വന്നാൽ ഒറ്റയ്ക്ക് കിടന്ന് കറങ്ങേണ്ടി വരും, ജാഗ്രത. ഇന്ന് വടിയൊക്കെ ഇരിക്കുന്നവിടെ. ആരും പേടിക്കേണ്ട ഗൈസ്, കണ്ണടിക്കാത്ത ഞാൻ തന്നെ, ക്യാമറയുടെ പുറത്തും ഞാൻ തന്നെ. ഗൈസ് ഞാൻ അണ്ടർഗ്രൗണ്ട് വഴി പോവുകയാണ്. മേലത്തെ ബാക്ക്ഗ്രൗണ്ട് കണ്ട മറ്റേ ബാറ്റ്മാൻ സിനിമയിൽ ഗരത്ത് ബെയിലല്ലല്ലോ, ക്രിസ്ത്യൻ ബെയില് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ പുള്ളിക്കാരൻ്റെ ആ ഒരു സ്ഥലം ഇതുപോലെയാണ്. ഞാനും ക്രിസ്ത്യൻ ബെയിലാണ്, കണ്ടോ ഗായ്സ്. അപ്പോൾ എനിക്ക് മോർണിംഗ് ഷിഫ്റ്റാണ്, എൻ്റെ ഷിഫ്റ്റ് ടൈമിങ് കഴിഞ്ഞു. പക്ഷേ ഈ മോർണിംഗ് ഷിഫ്റ്റിന് ക്യാബിൽ, അതായത് ഡ്രോപ്പ് കോമൺ ഡ്രോപ്പാണ്, നേരെ തമ്പാനൂറോ ഈസ്റ്റ് ഫോർട്ടോ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിടും. ഈ രാവിലെ വിഴിഞ്ഞം ബസ്സിൽ വന്നപ്പോൾ തന്നെ ഇമാതിരി തിരക്ക്, സീറ്റ് കിട്ടിയില്ല, നിന്നാണ് വന്നത്. അപ്പോൾ ഇനി വൈകിട്ടും കൂടെ പോകണമെങ്കിൽ അവസ്ഥ നോക്കിയോ, ടാസ്ക്കാണ്. അതുകൊണ്ട് ഞാൻ വൈകിട്ട് ക്യാബിൽ പോകണമെന്നില്ല. 7:30 ഡ്രോപ്പ്, 6:30 ഡ്രോപ്പ് വേണമെന്ന് ചോദിച്ചു, ഹോം ഡ്രോപ്പേ, കാറിൽ കൊണ്ടുവിടാൻ. അപ്പോൾ 6:30 ഇല്ലെന്ന്, 7:30. അപ്പം ഞാൻ കുറച്ച് വർക്ക് ചെയ്തിട്ട് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കണം. 7:30 ആകുമ്പോൾ ക്യാബ് വരും, ക്യാബ് വീട്ടിൽ കൊണ്ടുവിടും. എന്നെ കൊണ്ട് വൈകിട്ട് ബസ്സിൽ പോകാൻ വയ്യ ഗൈസ്. അതും വിഴിഞ്ഞം ബസ്സിൽ വൈകിട്ട് പോകണമെങ്കിലേ പേടിക്കണ, കാടൊന്നുമില്ല, റോഡ് തന്നെ. പക്ഷേ റോഡല്ല, പുല്ലാണ്. ഈ സൈഡ് നല്ല വെട്ടമുണ്ടല്ലേ, ഉള്ളത് പറയാലോ ഗൈസ്. മോർണിംഗ് ഷിഫ്റ്റ് വരുന്നത് വരാതിരിക്കുകയാണ് നല്ലത്. ആരുമില്ല, ടീമിലും ആരുമില്ല അധികം, പുറത്തും ആരുമില്ല അധികം. പിന്നെ ഹെൽത്തിനൊക്കെ ഓക്കെയാണ്, പിന്നെ അലവൻസൊക്കെ കുറവാണ്. ഈ ആംഗിളിൽ കൊള്ളയല്ലേ, നല്ല ഗ്ലാമറായിട്ട്. ഇവിടെ വെട്ടമുണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറക്കാതെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ ഇതൊരു മരമാണ്. ഞാൻ ടെക്നോ പാർക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ടെക്നോ പാർക്ക്, എന്നാലും എഴുത്ത് കാണിച്ചു തരാം. ഐ ലവ് ടെക്നോ പാർക്ക്, കണ്ട. അപ്പോൾ ചായ കുടിക്കണം ഇനി. പിന്നെ കുറച്ച് കഴിഞ്ഞ് പയ്യന്മാരൊക്കെ വരും, 6:30 ഷിഫ്റ്റിലുള്ള. ഞാൻ അവിടെ ഇങ്ങനെ ചുമ്മാ കറങ്ങിയടിച്ച് കിടക്കുകയാണ്. ഒരു പാട്ട് പാടിയാലോ? ബോറടിക്കണല്ലേ? എനിക്കും ബോറടിക്കുന്നു. വീട്ടിൽ പോയാലൊന്ന് ആലോചിക്കണം. ഗൈസ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് ടെക്നോ പാർക്കിലെ ബസ് സ്റ്റാൻഡിലാണ്. പക്ഷെ ഇവിടെ ബസ് വരണമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ബസ് സ്റ്റാൻഡ് എന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ഇതാ കണ്ടോ. അതുകൊണ്ടാണ്. ഫണ്ണ്. ആരാണ്, ഏത് കമ്പനിയിലെ കൊച്ചാണത്? പണ്ട് യുവമാർ അണിവിളക്ക് കമ്പനിയിലായിരുന്നെന്ന് തോന്നുന്നു. ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് 12-ാം തീയതി ഡിസംബർ 12-ന് 5:30 ടെക്നോ പാർക്ക് ആംഫി തിയേറ്ററിൽ RRDയുടെ 30 വർഷത്തെ 30 years in ട്രിവാൻഡ്രം അതിൻ്റെ പരിപാടിയുണ്ട്, ആനുവൽ അവാർഡെന്ന പോലെ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇതാ നടക്കുന്നത്, കണ്ട. അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നു, സ്റ്റേജൊക്കെ കെട്ടുകയാണ്. ചെറിയ സ്റ്റേജോ വലിയ സ്റ്റേജ്, അങ്ങേര് എവിടെ നിൽക്കുന്നത്, മേലിൽ കയറിയിരിക്കുന്ന. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പരിപാടി. അത്യാവശ്യം വലിയ സ്ഥലം തന്നെ, പക്ഷെ എന്നാലും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഗൈസ്. ഞങ്ങളും സാറ്റിസ്ഫൈഡ് അല്ല. എന്തോന്ന് മെസ്സേജ് വന്നു, ചലാനം തോന്നുന്നു, പെറ്റിയല്ലോ വന്നോ എന്തോ. മൊത്തം ഉണ്ട് ഗൈസ്. ഇതെല്ലാം അതിനുള്ള സ്റ്റേജ് കെട്ടുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഞാൻ പെട്ട് ഗൈസ്. ഞാൻ ക്യാബ് ഇടാൻ വിട്ടപ്പം ക്യാബ് സമയത്തിന് ഓപ്റ്റായില്ല, അലക്കേറ്റ് ആയില്ല. അത് കാരണം ഞാൻ ഇപ്പം പുറത്തായി. 7:30 വീട്ടിലെത്തേണ്ട ഞാനായിരുന്നു.
ഇനിയിപ്പോൾ 9:30 ക്യാബ് ഉള്ളു വന്ന്. ഒരു ദിവസം മുഴുവൻ ഇതിൻ്റെ അകത്താണ് ഇരിക്കണ ഗൈസ്. ഹെൽമെറ്റിൻ്റെ അകത്തല്ല, ടെക്നോ പാർക്കിൻ്റെ അകത്ത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി വാങ്ങിച്ചിട്ട് പുറത്തൊന്ന് കഴിക്കാൻ പോവുകയാണ്. കഴിച്ചിട്ട് വരാം. ഇന്നൊരു ദിവസം മുഴുവൻ ഇതിൻ്റെ അകത്താണ്. അങ്ങനെ ഗൈസ്, ഞാൻ ടെക്നോ പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള മോമോജാൻ എന്ന മോമോസ് കടയിൽ വന്നു. പിന്നെ അവിടെ നിന്ന് ചിക്കൻ സ്റ്റീംഡ് സമൂസ മോമോസ് 5 പീസ് 65 രൂപയ്ക്ക് വാങ്ങി. പിന്നെ അത് കഴിച്ച് നല്ല എരിയുണ്ടായിരുന്നു. പിന്നെ അത് മയോണൈസ് ആണോ അത് വെള്ള ചമ്മന്തിയാണെന്ന് പറഞ്ഞു, ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എന്തായാലും കഴിച്ച് വിശന്നല്ലേ. ഫൈനലി ഗൈസ് 9:30 ക്യാബ് അലോക്കേറ്റായി. ഇപ്പം 9:15 അസൈനായി എന്നുള്ള മെസ്സേജൊക്കെ വന്നു. ഏത് മൂവിൻസിംഗ് ആപ്പിൽ. അതുവഴിയാണ് നമുക്ക് ഏത് ക്യാബ് അലോക്കേറ്റ് ആയില്ല എന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്ന് കാണിച്ചിട്ടാ. 4th ഫ്ലോറിൽ. ഈ പേര് പറയണ്ട, ചിലപ്പോൾ ഈ കമ്പനിയുടെ പേര് പറഞ്ഞ് വീണ്ടും മെയിലും എല്ലാം വരും. ഇതോർമ്മയുണ്ടാ കേസ്, ഞാൻ സ്ട്രേഞ്ചർ തിങ്സ് വീഡിയോ എടുത്തത് ഇവിടെ വെച്ചാണ് കേട്ടാ. ഇവിടെ കളിക്കാനൊക്കെ പറ്റും, പക്ഷെ ആരും കളിക്കൂല, ഞാനും കളിക്കൂല. നമ്മൾ അന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്ന്. ഇനി ക്യാബ് കിട്ടി വീട്ടിൽ പോകണം കേസ്. ഇന്ന് ഇവിടെ വന്ന് 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി സുഖം നമസ്കരിച്ച് 6 മണിക്ക് ഈസ്റ്റോട്ട് ബസ് പിടിച്ച് അവിടെ നിന്ന് ക്യാബിൽ വന്ന് പിന്നെ അതാ 9:15 ഇതുവരെ. ഇനിയിപ്പോൾ 9:30 ഡ്രോപ്പ് ക്യാബിൽ പോയി 10:30 10:45 ആകും വീടെത്തുമ്പോൾ. ഒരൊറ്റ ദിവസം മുഴുവൻ ഞാൻ ടെക്നോ പാർക്കിൻ്റെ അകത്ത് കറങ്ങി നടക്കുകയായിരുന്നു. ട്രിപ്പ് പോയവന്മാർ വരെ സമയത്തിനൊക്കെ വീടെത്തും, ഞാൻ ഇതുവരെ വീടെത്തിയില്ല. സമയത്തിന് എനിക്ക് ക്യാബെങ്കിലും ഇട്ട് വന്നിരുന്നെങ്കിൽ. ഫുഡ് വരെ മോർണിംഗ് ഷിഫ്റ്റ് വന്നാലേ ചിലവ്. രാവിലെ ഫുഡ്, ഉച്ചയ്ക്ക് ഫുഡ്, ഫുൾ പൈസ ആയി തീർന്നു. ഒരാവശ്യമില്ലായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് 9:30 ക്യാബ് കിട്ടി. ക്യാബിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി മോർണിംഗ് ഷിഫ്റ്റ് ഞാൻ വരത്തേ ഇല്ല. ഒരു ദിവസം മുഴുവൻ ഞാൻ ഈ ടെക്നോ പാർക്കിൻ്റെ അകത്തായിരുന്നു ഗൈസ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ ഞാൻ ഇനി ഇല്ല. അപ്പോൾ ബൈ ബൈ.